ചരിത്രം മറക്കരുത് എപ്പിസോഡ് 2. മധ്യവേനൽ അവധിക്കാലാണല്ലേ, നല്ല ചൂടാണ്. വീട്ടിലെ കുട്ടികളൊക്കെ പുറത്തേക്ക് കളിക്കാൻ പോകാൻ പോലും മടിച്ചിരിക്കുന്ന സമയമാണ്. സാരില്ല, ഇപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് മറിച്ചു നോക്കാൻ അവരുടെ പുസ്തകങ്ങളുണ്ട്. വെറും പുസ്തകങ്ങളല്ല, അടുത്ത വർഷം അവർക്ക് പഠിക്കേണ്ടുന്ന പുസ്തകങ്ങൾ. അതൊക്കെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കൈകളിലെത്തി. ഇനി സ്കൂൾ തുറന്നിട്ട് പുസ്തകത്തിനായി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇതൊക്കെ ഞാനിപ്പോ പറയുന്നത് എന്തിനാണെന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളൊക്കെ ആ കാലമൊക്കെ മറന്നുപോയോ? UDF കേരളം ഭരിച്ചിരുന്ന കാലം. അന്ന് ഏതെങ്കിലും ഒരു വർഷമെങ്കിലും കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ അവരുടെ പാഠപുസ്തകങ്ങൾ കിട്ടിയിരുന്നോ? പോട്ടെ, സ്കൂൾ തുറന്നിട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ഓണപരീക്ഷയുടെ കാലം വരെയൊക്കെ പുസ്തകത്തിനായി കാത്തിരിക്കേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അധ്യാപകരാകട്ടെ മുൻവർഷങ്ങളിൽ പഠിപ്പിച്ച പുസ്തകങ്ങൾ നോക്കിയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓണപരീക്ഷ കഴിയുമ്പോൾ പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങും. ക്രിസ്മസ് പരീക്ഷയാകുമ്പോഴേക്കും പാഠപുസ്തകം എത്തിക്കും. അപ്പോഴേക്കും പാഠഭാഗങ്ങൾ പകുതിയും പുസ്തകങ്ങളൊന്നുമില്ലാതെ അധ്യാപകർ മൂക്കുകൊണ്ട് ക്ഷങ്ങ വരച്ച് എങ്ങനെയെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആക്ച്വലി പുസ്തകമില്ലാതെ എങ്ങനെ പഠിക്കാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നില്ലേ അന്നത്തെ UDF സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതാണോ? ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങളുടെ അച്ചടി തുടങ്ങും. വലിയ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് പോകും മുന്നേ പുതുമണം മാറാത്ത പുസ്തകം അവരുടെ കൈകളിൽ എത്തിക്കും. അവധിക്കാലത്ത് അവർക്ക് വരും വർഷത്തേക്ക് തയ്യാറെടുക്കാം. സ്കൂൾ തുറന്നാൽ പുസ്തകത്തിനായി കാത്തുകെട്ടി കിടക്കേണ്ടിയും വരില്ല. പാഠഭാഗങ്ങൾ പുതുക്കേണ്ടതില്ലാത്ത മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ കൈകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല കേട്ടോ മാറ്റം. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇത് മെയ് മാസത്തോടെ പൂർത്തിയാകും. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ തയ്ച്ചു കിട്ടിയ പുത്തൻ യൂണിഫോം ഇട്ട് കുട്ടികൾ സ്കൂളിലെത്തും. 7077 സ്കൂളുകളിലെ 10 ലക്ഷത്തോളം കുട്ടികൾക്കായി 42 ലക്ഷം മീറ്റർ സൗജന്യ കൈത്തറി തുണിയാണ് യൂണിഫോമിനായി വിതരണം ചെയ്തു വരുന്നത്. കേരളം സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി 5300ഓളം നെയ്ത്ത് തൊഴിലാളികൾക്കും അതിലേറെ അനുബന്ധ തൊഴിലാളികൾക്കും വർഷം 100 മുതൽ 300 വരെ ദിവസങ്ങളിൽ തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഈ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മാതൃകയാക്കണമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും ഓരോ സംസ്ഥാനത്തിലെയും കൈത്തറി ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കൈത്തറിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി നേരത്തെ തന്നെ കേരളത്തിലെത്തി യൂണിഫോം പദ്ധതി വിലയിരുത്തുകയും ചെയ്തതാണ്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുണ്ടായ മാറ്റങ്ങളും കൺമുന്നിൽ കേരളം നമ്മളിപ്പോ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളും സ്മാർട്ടായി കഴിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റത്തിനനുസരിച്ച് കുട്ടികളുടെ പഠന രീതികൾ പരിഷ്കരിച്ചു. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തന്നെ ആവേശമായി തുടങ്ങി. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നന്നായി. സ്കൂൾ പൂട്ടൽ നിർത്തി. UDF കാലത്ത് 4.99 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറഞ്ഞത്. ഡിവിഷൻ ഫോൾ സംഭവിച്ച് ഒട്ടേറെ സ്കൂളുകൾ പൂട്ടലിന്റെ വക്കത്തെത്തി. LDF വന്ന ശേഷം 6.55 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ വർദ്ധിച്ചത്. സ്കൂളുകൾ പൂട്ടുകയല്ല, പരമാവധി കുട്ടികൾക്ക് പ്രയോജനകരമാകും വിധം സ്കൂളുകൾ തുറക്കുകയാണ് ഇടത് സർക്കാരിന്റെ ലക്ഷ്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെയായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മിക്സഡ് സ്കൂളുകളായി മാറാനുള്ള അവസരവും ഈ സർക്കാർ തുറന്നിട്ടത് ലിംഗവിവേചനത്തിനെതിരായ ഒരു സന്ദേശമായി കൂടിയാണ്. കുറേ കുട്ടികൾക്ക് വെറുതെ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയെന്നതല്ല, മറിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സൗജന്യമായി ലഭ്യമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഈ മാറ്റമൊക്കെ ഉണ്ടായത് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കഴിഞ്ഞ തവണത്തെ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിച്ച കുതിച്ചുചാട്ടം കാണാതെ പോകരുത്. 2016 മുമ്പ് എന്താ കേരളം ഇല്ലായിരുന്നു എന്ന് പുച്ഛിക്കുന്ന ചിലരെ കാണുന്നുണ്ട്. കേരളം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തേതുപോലുള്ള ഒരു കേരളം ആയിരുന്നില്ല അത്. അതുകൊണ്ടാണ് ഇന്നത്തെ കേരളത്തെ നവകേരളം എന്ന് വിളിക്കേണ്ടി വരുന്നത്.
സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് മുന്നിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ അവിടെ പോയി പഠിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് നവകേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. ആ ചരിത്രവും അതിലേക്ക് വന്ന വഴികളും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.